പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിത്തുകൾ പൊട്ടിമുളച്ചു വരുന്ന മനോഹരമായിട്ടുള്ള വയലേലകൾ, ഓരോ രാത്രിയും കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഇങ്ങനെ മുള പൊട്ടി നിൽക്കുന്ന ധാന്യക്കതിരുകൾ, കൊയ്ത്തിന് സമയമാകുമ്പോൾ സ്വർണ്ണ നിറമാകുന്ന മനോഹരമായിട്ടുള്ള ഗോതമ്പ് പാടങ്ങൾ, ഒരു കുഞ്ഞ് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒരു കടുകുമണി, അതിൽ നിന്ന് പതിയെ പതിയെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഉയർന്നു വരുന്ന അതിൻ്റെ ശിഖരങ്ങൾ, ഒരു കൊച്ചു ചെടികൾ, കിളികൾക്കൊക്കെ വന്നിരിക്കാനും മാത്രം പാകത്തിൽ അതിങ്ങനെ വളർന്നു വലുതാകുന്നു. അതിനുശേഷം അതിനകത്ത് കിളികളുടെ സ്വരങ്ങൾ കേൾക്കാം. മനോഹരമാണ് ഈ ഭൂമി എവിടെ നോക്കിയാലും. പക്ഷെ കർത്താവ് ഇതൊക്കെ പറയണത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തെ ഇതിനോട് ഉപമിക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള സൃഷ്ടവസ്തുക്കളെല്ലാം നമ്മളെ സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തവണ കർത്താവിനോട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, എന്ത് മനോഹരമായിട്ടാണ് ഈ ദേവാലയം പണിതുയർത്തിയിരിക്കുന്നത്. കർത്താവ് ഇതൊക്കെ കല്ലിന്മ കല്ലി ശേഷിക്കാതെ തകർക്കപ്പെടും, അതിനകത്തുള്ള മഹാ ചൈതന്യത്തെക്കുറിച്ചാണ് ധ്യാനിക്കേണ്ടതെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുക. ഈ പറഞ്ഞ സൃഷ്ടവസ്തുക്കളിലേക്ക് കണ്ണയക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ളതിനെയൊക്കെ നോക്കുമ്പോൾ സൃഷ്ടാവിങ്കലേക്ക് മനസ്സുയർത്താനായിട്ടാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുക. ഈ ഉപമകളെല്ലാം പറയണത് ദൈവരാജ്യത്തെ ഇതിനോട് ഉപമിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ എല്ലാം മനസ്സ് നിൽക്കേണ്ട ചിന്തകൾ പോകേണ്ടത് ആ ദൈവരാജ്യത്തെങ്കിലേക്ക്, ആ സൃഷ്ടാവിലേക്ക്. അങ്ങനെ പോവാതിരുന്ന ഒരാൾ ജീവിതത്തിൽ എത്രമാത്രം ഇടറിപ്പോയി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തെ വായന. ദാവീദാണ് ശരിക്കും മഹോന്നതനായിട്ടുള്ളൊരു പരാക്രമിയായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഇതുപോലെ മഹത്വം അണിഞ്ഞൊരു രാജാവ് വേറെ ഇല്ലെന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. ആ രാജാവ് ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം കാണുമ്പോൾ അവളിൽ ഇങ്ങനെ വീണു പോകുന്നൊരു കാഴ്ച, ഫോൾ ഇൻ ലവ് എന്നൊക്കെ പറയണത് ശരിക്കുള്ള വീഴ്ച, ഇങ്ങനെ വീണു പോകുന്ന ഒരാൾ ആ സൗന്ദര്യം കാണുമ്പോൾ സൗന്ദര്യത്തെ സൃഷ്ടിച്ച ആ സ്രഷ്ടാവിനെ ഓർക്കാതെ ഇത്രയും കാലം തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ ദൈവിക ചൈതന്യത്തിന് നന്ദി പറയാതെ അവളുടെ സൗന്ദര്യത്തിൽ മാത്രം ഇങ്ങനെ വീണുപോയ, അതോടുകൂടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മകളിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യൻ. ദാവീദ് രാജാവ് പറയണത്, അവൾ അതീവ സുന്ദരിയായിരുന്നു, ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. അങ്ങനെയൊന്നും പോവേണ്ട കാര്യമല്ലല്ലോ, അവിടെയും നിൽക്കുന്നില്ലല്ലോ. പ്രശ്നം പറ്റുന്നത് അവിടെയാണ്. ഇതാരെന്ന് അന്വേഷിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. പിന്നീട് അവളെക്കുറിച്ചുള്ള ചിന്തയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വരേണ്ടതിന് പകരം, സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്ത വരേണ്ടതിന് പകരം സൃഷ്ടിയെ മാത്രം ഇങ്ങനെ മനസ്സിൽ കയറ്റി വെച്ചിരുന്നത് പിന്നെ അതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. അവസാനം അത് വലിയൊരു കൊലപാതകത്തിൽ കലാശിക്കുന്ന, ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന ദുഃഖപൂർണമായ കാഴ്ചയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ അവസാനം. ഉറിയായെ വധിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഈ ബത്ശബയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഉറിയ വലിയൊരു മാതൃകയായിട്ടൊക്കെ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ബത്ശബയുമായിട്ട് ശയിച്ചതിന് ശേഷം തൻ്റെ തെറ്റ് മറച്ചു വയ്ക്കാനായിട്ട് ഊറിയായെ കള്ളും കുടിപ്പിച്ച് ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാനായിട്ട് ദാവീദ് ശ്രമിക്കും. പക്ഷേ എൻ്റെ സഹോദരന്മാരിവിടെ യുദ്ധം ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ആഘോഷിക്കാൻ പറ്റില്ല, ആഹ്ലാദിക്കാൻ പറ്റില്ല എന്നൊരാൾ തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ അയാളുടെ ഉത്തരവാദിത്വം എത്രമാത്രമാണെന്ന്, അയാളുടെ ഹൃദയം എവിടെയായിരുന്നു എന്ന്. ഇങ്ങനെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരുന്ന രാജാവ് തെറ്റുമ്പോൾ ഇവിടെ വെറും ഒരു പടയാളിയായിട്ടുള്ള ഊറിയ ദൈവത്തിൻ്റെ മുൻപിൽ വലിയ ഒരു മഹത്വമുള്ള ഒരാളായിട്ട് ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ മുൻപിൽ ഇങ്ങനെ സാധ്യതയുണ്ട്. എന്തിലേക്കാണ് മനസ്സുറപ്പിക്കേണ്ടതെന്ന്? കർത്താവിലേക്ക്, ആ സ്രഷ്ടാവിലേക്ക് മനസ്സുറപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ താഴ്ചയായിരിക്കും. പലവട്ടം പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഈ ലോകത്തിലേക്ക് കണ്ണയക്കാതെ സ്വർഗത്തിലേക്ക്, ആകാശങ്ങളിലേക്ക് കണ്ണുയർത്തി ജീവിക്കാനായിട്ട്. ഇത് നമുക്കുള്ള നിയോഗമാണ്.
എത്ര വലിയ മഹത്വമുള്ള, എത്ര വലിയ ബലമുള്ള, എത്ര വലിയ സൗന്ദര്യമുള്ള കാര്യമാണെങ്കിലും അതിന് പിന്നിൽ എൻ്റെ കർത്താവാണെന്നേ. ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള കർത്താവ്. ആ കർത്താവിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ മുഖം മാറ്റുക? ആ കർത്താവിൽ നിന്ന് എപ്പോഴാണ് നമ്മളുടെ മനസ്സ് നമ്മൾ മാറ്റിക്കളയുക? ആ സമയത്ത് നമ്മൾ തെറ്റിലേക്ക് പോകും. നമ്മൾ സാംസനെ ഓർക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയം വെച്ചിരുന്നൊരു മനുഷ്യൻ, കർത്താവിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ഫിലിസ്ത്യരെ തോൽപ്പിച്ചോടിച്ച് ഇസ്രായേലിന് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്ന ഒരാൾ. അയാൾ കർത്താവിന് കൊടുത്തിരുന്ന വാക്ക് തെറ്റിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് ചിന്ത മാറി ദലീലയിലേക്ക് അവൻ്റെ മനസ്സ് പോകുമ്പോൾ അവൻ്റെ ഉള്ളിലെ രഹസ്യങ്ങൾ വരെ വെളിപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി അവൻ്റെ ശക്തിയും ഇല്ലാതാവും. ബൈബിളിൽ ഇങ്ങനെ കഥകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ സാധ്യതയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തമ്പുരാനെ ചിന്തിക്കാതെ സൃഷ്ടവസ്തുക്കളിലേക്ക്, അത് എന്തിലേക്കുമായിക്കോട്ടെ, മക്കളിലേക്കാവാം, ജോലിയിലേക്കാവാം, പണത്തിലേക്കാവാം, പ്രശസ്തിയിലേക്കാവാം, ജീവിത പങ്കാളിയിലേക്കാവാം, അവരിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കേണ്ട ജീവിതം അല്ല ഇത്. തീരുമാനിച്ചേ പറ്റുള്ളൂ അത്. അതല്ലെങ്കിൽ ഇപ്പോഴും കാണുന്നുണ്ട്, പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ പേരിൽ കാലങ്ങളായിട്ടൊരാൾ ഇങ്ങനെ ഒരു കോമ സ്റ്റേജിലേക്ക് ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ? സങ്കടമില്ലെന്നാണോ പറയണേ? സങ്കടം പാടില്ലെന്നാണോ പറയണേ? അല്ലല്ലോ, നമുക്കുണ്ടാവാറുണ്ടല്ലോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പക്ഷേ കർത്താവിലാണ് ശരണം വച്ചിരിക്കുന്നതെങ്കിൽ, ഈ ഒരാളെ എനിക്ക് തമ്പുരാൻ തന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെ അത്രയ്ക്ക് പ്രയാസങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റിയേക്കും. അതല്ലാത്തിടത്തോളം കാലം ഇടറും തളരും തകർന്നു പോകും. തമ്പുരാനെ അവിടുന്ന് പരിപൂർണമായി ഇങ്ങനെ നോട്ടമുറപ്പിക്കാൻ, ഞങ്ങൾ എന്ത് കാണുമ്പോഴും അവിടുത്തെ കരവേലയാണെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കലും സൃഷ്ടികളിലേക്ക് അഭിരമിച്ച് ജീവിതം തളർന്നു പോകാനോ ഇടറിപ്പോകാനോ ഞങ്ങൾക്ക് ഇടയാവാതിരിക്കട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ തമ്പുരാനിലേക്ക് കണ്ണും മനസ്സും അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, കണ്ണടയ്ക്കുമ്പോൾ അങ്ങയെ കാണാൻ, അങ്ങയുടെ സൗന്ദര്യം ദർശിക്കാൻ, ഈ കാണുന്നവയിൽ മുഴുവൻ അങ്ങയുടെ മഹത്വം ദർശിക്കാൻ കർത്താവെ ഞങ്ങൾക്ക് ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണടച്ചുറങ്ങുന്ന നേരത്തും കർത്താവിൻ്റെ മഹത്വത്തെ ധ്യാനിക്കുന്ന മനുഷ്യരായിരിക്കാൻ വേണ്ട വലിയ കൃപ തരണമേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച് ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ